അടിക്കടി എന്ന് പറഞ്ഞാൽ അടിച്ചാൽ തിരിച്ചടിക്കുക എന്നർത്ഥമല്ല. ഇവിടെ വീണ്ടും വീണ്ടും എന്നർത്ഥമാണ്. ഇംഗ്ലീഷിൽ അതിന് റിപ്പീറ്റഡ്ലി എന്നാണ് പറയുന്നത്. ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അടിക്കടി എന്ന വാക്കുപയോഗിച്ച് പറയുന്ന കുറച്ച് മലയാള വാക്യങ്ങളെ റിപ്പീറ്റഡ്ലി എന്ന ഇംഗ്ലീഷ് വാക്കുപയോഗിച്ച് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. അധ്യാപകൻ വിദ്യാർത്ഥികളോട് വീണ്ടും വീണ്ടും നിശബ്ദരായിരിക്കാൻ പറഞ്ഞു. The teacher told the students repeatedly to be quiet. അധ്യാപിക വിദ്യാർത്ഥികളോട് ഗൃഹപാഠം പൂർത്തിയാക്കാൻ അടിക്കടി ഓർമ്മപ്പെടുത്തി. The teacher reminded the students to complete their homework. ക്ലാസ്സിലിരുന്ന് ജനാല വഴി പുറത്തേക്ക് തുപ്പരുതെന്ന് അധ്യാപകൻ വിദ്യാർത്ഥികളെ അടിക്കടി ഉപദേശിച്ചു. The teacher advised the students repeatedly to not spit out of the window while sitting in the class. അധ്യാപകൻ വിദ്യാർത്ഥികളോട് അവരുടെ അസൈൻമെൻറ്റ് പൂർത്തിയാക്കി സമർപ്പിക്കാൻ അടിക്കടി ഓർമ്മപ്പെടുത്തി. The teacher repeatedly reminded the students to complete their assignment and submit them in time.